കഥാപാത്രങ്ങൾ കൊണ്ട് മാത്രമല്ല സൂര്യ എന്ന നടൻ നമ്മുടെയൊക്കെ ഹൃദയം കവരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് അഗരം ഫൗണ്ടേഷൻ. അദ്ദേഹം വഴികാട്ടിയത് ഏകദേശം ഒരു 5000-ലേറെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിലേക്ക് വഴി നടത്താൻ സൂര്യയ്ക്ക് കഴിഞ്ഞു എന്നാണ്. അതിൻ്റെ ഒരു നന്ദി അദ്ദേഹം ഇന്ന് ട്വീറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ആ വാർത്ത ശ്രദ്ധിക്കുന്നത്. 15 വർഷമായ ആ ഒരു വലിയ യാത്രയെ അതിനെ പിന്തുണച്ചവർക്കൊക്കെ അദ്ദേഹം നന്ദി അറിയിക്കുകയാണ്. അനഘ പ്രകാശ് നമ്മളോട് പറയും. അനഘ, സൂര്യയുടെ ഈ അടുത്ത കാലത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങൾ അറിയാം അല്ലേ? OTT-യിലാണ് വന്നെങ്കിലും തിയേറ്ററിലൊക്കെ വമ്പൻ ഹിറ്റാകേണ്ട സിനിമകളായിരുന്നു. എല്ലാവർക്കും മനോഹരമായി ഇഷ്ടപ്പെടുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പോൾ ഈ ഉദ്യമം 5000-ലേറെ കുട്ടികൾക്ക്, അതായത് ചിലപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കൊക്കെ ഇത്രയും പേർക്ക് പഠിക്കാൻ അവസരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അല്ലേ? അതെ ദിവിഷ്, ഈ സൂര്യ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ അറിയാത്തവരായി വിരളം തന്നെ ആയിരിക്കും. പക്ഷേ അത്രത്തോളം എത്ര കണ്ട് സൂര്യയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അറിയാമെന്നുള്ളത് ചെറിയൊരു സംശയമായിരിക്കും. അറിയുന്നവർ ധാരാളം പേരുണ്ടാകും. എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് നമ്മൾ ഇന്ന് ഇതിനെപ്പറ്റി പറയാനായിട്ട് തത്സമയം റിപ്പോർട്ടറിലൂടെ വന്നിരിക്കുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ച അഗരം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതായത് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് പിൻവലിഞ്ഞ് നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം നൽകുകയും അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് ശേഷം മികച്ച ജോലികൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് അദ്ദേഹത്തിൻ്റെ അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഈ അഗരം ഫൗണ്ടേഷനിലൂടെ പുതുവെളിച്ചം നൽകിയത് 5000-ലധികം വിദ്യാർത്ഥികൾക്കെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ നിലവിൽ അഗരത്തിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1800-ലധികം വിദ്യാർത്ഥികളാണ്. 5000-ലധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പുതുജീവിതം നൽകി അവർ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രവർത്തിക്കുന്നത് 8000 വോളണ്ടിയേഴ്സാണ് ഈ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്നത്. അതായത് ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഈ ഒരു 10+2 വരെയൊക്കെ അവർക്ക് പൊതുവിദ്യാഭ്യാസമൊക്കെ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായി അവർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഇത് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ച് അതിൽ നിന്നാണ് തിരഞ്ഞെടുത്ത് അവർക്കൊരു ജോലി കിട്ടുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതായത് ദൂരെ നിർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. ഹോസ്റ്റൽ, ഭക്ഷണം, മറ്റ് ചിലവുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു പുതുജീവിതം നൽകുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അഗരം ഫൗണ്ടേഷൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് നമുക്ക് ഏറ്റവും അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അല്ലെങ്കിൽ അവർക്ക് ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ കാര്യം അവർ നോക്കിക്കോളും. അതുതന്നെയാണ് സൂര്യയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കകാലത്ത് വിജയ്, മാധവൻ പോലുള്ള നടന്മാരൊക്കെ സൂര്യയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും സൂര്യയാണെങ്കിലും അദ്ദേഹം താൻ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ സൂര്യ സ്വയം കേന്ദ്രീകൃതമായിട്ട് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില വേദികളിലൊക്കെ അല്ലേ സൂര്യ വളരെ ഇമോഷണലായി സംസാരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ താരം എന്നത് എങ്ങനെയാണ് ശരിക്കും താരമായി തന്നെ മാറുന്നതെന്ന് പ്രവൃത്തിയിലൂടെ, കഥാപാത്രത്തിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെ കൂടി കാണിച്ചു തരികയാണ് പ്രിയ സൂര്യ. അപ്പോൾ സൂര്യയ്ക്ക് നമ്മുടെ ഒരു നന്ദി അറിയിക്കാം, സ്നേഹവും.